നമസ്കാരം, ഐസോ വച്ചത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ തുടങ്ങിയാൽ സന്തോഷം. ദീപാവലി നാളിൻ്റെ വീക്കെൻഡിൽ ബാംഗ്ലൂരിൽ നിന്നും കരൂരിലേക്ക് നടത്തിയ ഒരു ഒഫീഷ്യൽ ട്രിപ്പിൻ്റെ കാഴ്ചകളാണ്, ഒരു റോഡ് ട്രിപ്പിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. ട്രാഫിക്കിന് അന്ത്യമില്ലാത്ത ബാംഗ്ലൂരിൻ്റെ നഗരവീഥികളിലൂടെ ഒരു യാത്ര അങ്ങ് കരൂർ വരെ. ഈ കാണുന്നത് മനോഹരമായ ഒരു ജൈന ക്ഷേത്രമാണ്. വെണ്ണക്കല്ലിൽ തീർത്ത മനോഹരമായ ഒരു നിർമ്മിതി. നമ്മുടെ ഈ എന്താ പറയുക, വാരാന്ത്യങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാനും ഈവനിംഗ് ഒക്കെ വളരെ നല്ല രസമുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരും ഒട്ടുമിക്ക കമ്പനികൾക്ക്, അന്താരാഷ്ട്ര കമ്പനികൾക്ക് വരെ ഹബ്ബായി മാറിയിരിക്കുന്ന ഹൊസൂരും തമ്മിൽ ഒരു മെട്രോ സ്റ്റേഷൻ കൂടി വരികയാണെങ്കിൽ ഈ ഒരു പറയുന്ന ജനജീവിതം, ഈ പറയുന്ന ബിസിനസ് ഗതാഗതം വൻതോതിൽ അഭിവൃദ്ധി പ്രാപിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു മെട്രോ, അതായത് ബാംഗ്ലൂരിൽ നിന്നും ഹൊസൂർ വരെ നീളുന്നൊരു മെട്രോ വന്നാൽ അതൊരു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അന്തർ സംസ്ഥാന മെട്രോ ആയി മാറും എന്ന സവിശേഷത കൂടി അതിനുണ്ട്. അതിനുള്ള ചില ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചില പ്രാദേശിക സ്വത്വവാദങ്ങളുടെ പ്രശ്നത്തിനാൽ അതിങ്ങനെ നീണ്ടുപോകുന്നു എന്ന് മാത്രം. അങ്ങനെ ബാംഗ്ലൂർ കഴിഞ്ഞ് കർണാടക തമിഴ്നാട് ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് അത്തിബല്ലെ. ഈ ടോൾ കഴിഞ്ഞാൽ ഈ ടോളിനപ്പുറം തമിഴ്നാട് ആണ്. ഈ ഒരു ടോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചില സമയത്ത് നമ്മളിവിടെ വന്നിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും ചില സമയത്ത് ഇവിടെ നിന്ന് ഈ ടോളൊന്ന് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ട്രാഫിക് അത്രത്തോളം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് ദീപാവലി തിങ്കളാഴ്ചയാണ്, അതിനോടടുത്ത ദിവസങ്ങളിൽ ബാംഗ്ലൂരിലെ ട്രാഫിക് അതിഭീകരമാകും. അതിനോടനുബന്ധിച്ച് തന്നെ ഈ പ്രദേശങ്ങൾ ഇവിടെ വരെ, അതായത് അത്തിബല്ലെ ബോർഡർ വരെയും വൻതോതിലുള്ള ട്രാഫിക് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതനുഭവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത് ഓർക്കാൻ കൂടി നമുക്കത്ര പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ എന്തായാലും ഇപ്പോൾ തിരക്ക് തുടങ്ങുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ അത്തിബല്ലെ ഹൊസൂർ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രെച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ ഇടതുവശത്ത്, അതായത് നമ്മൾ ടുവേഴ്സ് ഹൊസൂർ പോവുകയാണെങ്കിൽ അതിൻ്റെ ഇടതുവശത്ത് പൂർണ്ണമായിട്ടും ഈ പടക്കടകളുടെയൊക്കെ ഒരു കേന്ദ്രമാണ്. ഇപ്പോൾ നമുക്ക് തിരക്ക് തുടങ്ങുന്നേ ഉള്ളെങ്കിൽ തന്നെയും അടുത്ത ദിവസങ്ങളിൽ ഈ നാഷണൽ ഹൈവേ പൂർണ്ണമായിട്ടും സ്തംഭിക്കും. അതായത് ഇപ്പോൾ തന്നെ കാണുന്നില്ല ഈ കാഴ്ചകൾ. അതായത് ഓരോ വാഹനങ്ങൾ നാഷണൽ ഹൈവേയിൽ തന്നെയാണ് നിർത്തിയിട്ടിട്ട് ഈ പറയുന്ന പടക്ക ഷോപ്പുകളിലേക്ക് പർച്ചേസിങ്ങിന് വേണ്ടി പോകുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ വലിയ വലിയ ട്രക്കുകളും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു ലൈൻ മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ട് കഴിയുന്ന സമയത്ത് അടുത്ത ഒരു ലൈൻ കൂടി വരും. അങ്ങനെ ഏതാണ്ട് ഒരു ലൈൻ മാത്രമായി മാറും നമുക്ക് ഈ പറയുന്ന യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു സൗകര്യം എന്നുള്ളത്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പല സമയങ്ങളിലും ഈ ദീപാവലി സമയത്തൊക്കെ വെടിമരുന്ന് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യും. അതിനൊന്നും യാതൊരു തരത്തിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസും ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഒരു വലിയ തരത്തിലുള്ള ബ്ലാസ്റ്റിംഗ് ഉണ്ടാവുകയും അടുത്ത കടകളിൽ കൂടി അത് തീ പിടിക്കുകയും കുറേ ജീവിതങ്ങൾ അവിടെ ഹോമിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കർണാടകയിലും തമിഴ്നാട്ടിലെയും, എസ്പെഷ്യലി തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാണുന്നില്ലേ, നമ്മൾ എങ്ങനെ പോയാലും ഈ ഹെൽമെറ്റൊന്നും വെക്കാതെ റോങ് വേ കയറി എങ്ങനെ വേണമെങ്കിലും കടന്നു വരുന്ന ആളുകൾ, അവർക്ക് ജീവിതത്തിൽ ഭയമില്ല. പക്ഷേ അത് അവസാനം നമ്മളെ കൂടി ആയിരിക്കും വരയ്ക്കുന്നത്. സഡൻ ബ്രേക്ക് ഇടുക, ഒട്ടനവധി വാഹനാപകടങ്ങൾക്ക് സാക്ഷ്യം വയ്ക്കുന്ന ഒരു ഏരിയയാണിത്. പകൽ സമയത്ത് ഹൊസൂരിൽ നിന്നും, അതായത് ബാംഗ്ലൂരിൽ നിന്നും ഈ സേലം വരെയുള്ള ആ ഒരു റോഡ് ട്രിപ്പ് ഉണ്ടല്ലോ, അത് വളരെ കാഴ്ചകൾക്ക് വളരെ രസകരമായ ഒരു സംഭവം തന്നെയാണ്. പലയിടത്തും ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ എന്താ പറയുന്നത്, കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഫോറസ്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും കുറേ റെസ്ട്രിക്ഷൻസ് ഉള്ളത്. കാരണം ഒരുപാടൊന്നും എക്സ്പാൻഡ് ചെയ്യാൻ ഉള്ള ചില ലിമിറ്റേഷൻസ് ഉണ്ട്. എങ്കിലും നല്ല റോഡാണ്, നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണിത്. അങ്ങനെ കാഴ്ചകൾ കണ്ട് വന്നുറങ്ങി യാത്ര തുടരുകയാണ്.
അങ്ങനെ സേലം എടുക്കാറായപ്പോഴത്തേക്ക് മലമടക്കുകളുടെയൊക്കെ കാഴ്ചകൾ തുടങ്ങുകയായി. ഈ സേലത്ത് നിന്നും കുറച്ച് അടുത്ത് തന്നെയാണ് ഏർക്കാട് പോലെയുള്ള ചില എന്താ പറയുക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളുള്ളത്. മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷൻ കൂടിയാണ് ഏർക്കാട് എന്ന് പറയുന്നത്. സൂര്യാസ്തമയത്തിൻ്റെയും സൂര്യോദയത്തിൻ്റെയും യഥാർത്ഥ സൗന്ദര്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത് ചില പ്രത്യേക ഇടങ്ങളിൽ നിന്ന് അതിനെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഈ കാഴ്ചയും അത്രമേൽ മനോഹരമാണ്. ആ കാഴ്ചകളിലൂടെ ഞങ്ങൾ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. അങ്ങനെ ഏകദേശം സേലം എത്തി. സേലത്ത് നിന്ന് റോഡ് 3 ഭാഗങ്ങളിലേക്ക് തിരിയുന്നുണ്ട്. ഒന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ചെന്നൈ റൂട്ടും, റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂർ റൂട്ടും, സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ മധുര റൂട്ടുമാണ്. ഞങ്ങൾക്ക് കരൂരിലേക്ക് പോകേണ്ടത് മധുര റൂട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡയറക്റ്റ് ആ ഒരു റൂട്ടിൽ തന്നെ വെച്ച് പിടിച്ചു. ഒരുപാട് നേരത്തെ ട്രാഫിക്കിലൂടെയുള്ള ഊളിയിടലുകൾക്ക് ശേഷം. അങ്ങനെ കുറേ നേരത്തെ യാത്രകൾക്ക് ശേഷം, കുറേ നേരത്തെ ഡ്രൈവിങ്ങിന് ശേഷം ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റോഡ് സൈഡിലുള്ള കുറേ കടകളൊക്കെ നോക്കി, പക്ഷേ ഒന്നും അങ്ങനെ ഇഷ്ടമായില്ല. ഒടുവിൽ ഞങ്ങൾക്ക് ഒരു അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു കോഫി ഷോപ്പിൽ കയറേണ്ടി വന്നു. പക്ഷേ വളരെ വിചിത്രകരമായൊരു കാര്യമെന്ന് വെച്ചാൽ ആ കോഫി വായിൽ വെക്കാൻ ഒട്ടുമേ കൊള്ളില്ലായിരുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെ വെച്ച് നമുക്കൊരു കാവൽക്കാരനെ കിട്ടി. പുള്ളി എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു, ചോദിക്കുന്നുണ്ടായിരുന്നു. കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങി പുള്ളിക്ക് കൊടുത്തു. അത് കഴിച്ചു കഴിഞ്ഞു. പുള്ളി അതിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ച് പുള്ളി മടങ്ങി. ഞങ്ങൾ കരൂരിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഒടുവിൽ ഹോട്ടലിലെത്തി. ബെഡിലേക്ക് ഒരൊറ്റ വീഴ്ചയായിരുന്നു. അടുത്ത ദിവസത്തെ പ്രഭാതത്തിലേക്ക്. അങ്ങനെ പിറ്റേ ദിവസം ഉറക്കമുണർന്നിട്ട് തമിഴ്നാട്ടിൻ്റെ യഥാർത്ഥ ജനജീവിതം, ഒരു ജീവിതം തുടങ്ങുന്നത് ഒപ്പിയെടുത്തുകൊണ്ട് യാത്ര തുടരുകയാണ്. കരൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹോം ടെക്സ്റ്റൈലുകളുടെയും അങ്ങനെ ചെറുകിട ഇൻഡസ്ട്രിയൽ കേന്ദ്രങ്ങളുടെയൊക്കെ ഒരു വ്യവസായ കേന്ദ്രം കൂടിയാണ് കരൂർ എന്ന് പറയുന്നത്. അങ്ങനെ കാവേരി നദിയും കടന്ന് ഞങ്ങൾ യാത്ര തുടരുകയാണ്. തമിഴ്നാടിൻ്റെ ഈ പ്രദേശങ്ങളിലെയൊക്കെ ജലസ്രോതസ് എന്ന് പറയുന്നത് കാവേരി നദി തന്നെയാണ്. അങ്ങനെ നമുക്ക് പിന്നെ അങ്ങനെ അധികം സമയം ഇവിടെ ചിലവഴിക്കാൻ കഴിയില്ല. രാവിലെ തന്നെ 9 മണിക്ക് തന്നെ ഓഫീസിലെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈവർ 120-ൽ കുറയാത്ത സ്പീഡിലാണ് വണ്ടി. ബാംഗ്ലൂരിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പുള്ളി അങ്ങനെ 120-ൽ നിന്ന് താഴോട്ട് പോകാൻ പുള്ളി ഒരു മടി എന്തോ ഉള്ളതുപോലെ. പക്ഷേ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ കണ്ണുകളെയും കണ്ടുകൊണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക്. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരേക്കും നന്ദി.